ഹായ് കൂട്ടുകാരെ, രാവിലെ ഞങ്ങൾ പശുവിന് പുല്ല് ശേഖരിക്കാൻ വേണ്ടി പോവുക. അവധിക്കാലമായതുകൊണ്ട് മകളുടെ മക്കളും വന്നിട്ടുണ്ട്. അവരും കൊച്ചുമോൻ പറയും പുലിശെത്താൻ പോവാ, പുലിശെത്താൻ പോകാമെന്ന്. രാവിലെ ഞങ്ങൾ പുല്ല് ശേഖരിക്കാൻ വേണ്ടി പോവുക. ക്ഷീരകർഷകരെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു ഘടകമാണ് തീറ്റപ്പുൽ കൃഷി. കടുത്ത വേനൽ വരുമ്പോൾ അതിന് ആഹാരം കൊടുക്കണമെങ്കിൽ ഈ പുൽകൃഷിയെ ഇല്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വേനലായി കഴിയുമ്പോൾ കുറച്ച് കച്ചി എല്ലാം ശേഖരിച്ച് വെച്ച് കുറച്ച് പച്ചപ്പുല്ലും എല്ലാം കൊടുത്താൽ പശുക്കളുടെ സമീകൃത ആഹാരത്തിൽ കൊടുത്ത് നല്ല പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. നിങ്ങൾ പുല്ല് ചെത്താൻ പോകുന്ന ഭാഗമാണ്. ഹായ്. നാല് പശുക്കളാണ് ഞാൻ വളർത്തുന്നത്. ഈ 4 പശുക്കൾക്ക് വേണ്ടി ഞാൻ ഏകദേശം ഒരു 1/2 ഏക്കർ സ്ഥലത്തോളം ഈ സൂപ്പർ നേച്ചർ പുല്ലും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് പശുവിന് തീറ്റയ്ക്ക് ഒരു ക്ഷാമമില്ല. ഒരു മാസം 30 ദിവസത്തിനുള്ളിൽ വീണ്ടും ഇങ്ങനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ വീണ്ടും പുല്ല് കിട്ടും. അപ്പോൾ അത് കിട്ടാത്ത സമയത്ത് ഞങ്ങൾക്കിവിടെ ഈ പ്രദേശത്തൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ കാലിയായിട്ട് കൃഷി ചെയ്യാതെ കിടക്കുന്നു. അവിടെയൊക്കെ ആവശ്യത്തിന് പുല്ല് ചെത്തിയെടുത്ത് കൊണ്ടിട്ട് പശു കൊടുക്കും. അങ്ങനെ വലിയ കഷ്ടപ്പാട് കൂടാതെ 3-4 പശുക്കളെ ഞാൻ നല്ല രീതിയിൽ ശ്രമിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്ക് പശു വളർത്തി ചെറിയ രീതിയിലൊക്കെ പശു വളർത്തി തുടങ്ങുന്നവർക്ക് ആദ്യം ഞാൻ ഒരു പശുവിലാണ് തുടങ്ങിയത്. പിന്നെ ആ പശു തുടങ്ങുന്നത് 2 കൂടി മേടിച്ചു. പിന്നെ അതിൻ്റെ ഗ്രാഫിലായി അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പപ്പായ ഒന്നുകൂടെ സഹായിക്കും. ഇന്നത്തെ പുല്ലൊക്കെ ശേഖരിച്ചു. രാവിലെ പശുവിനെ കുളിപ്പിച്ച് കറവയൊക്കെ കഴിഞ്ഞ് ഞാനും വൈഫും കൊച്ചുമക്കളും കൂടി നിങ്ങളുടെ കോവൽ കൃഷിയിൽ കുറേ കോവയ്ക്ക പറിച്ചെടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒരു 10-15 കിലോ കോവയ്ക്ക ശേഖരിച്ച് വൈഫിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് കൊച്ചുമക്കൾ എൻ്റെ കൂടുതൽ പുല്ല് ചെത്താൻ വേണ്ടി വന്നതാണ്. ഇവനാണ് എൻ്റെ മോടെ 2ാമത്തെ മകൻ. ഇവൻ കട്ട സപ്പോർട്ടുമായി എൻ്റെ പിന്നാലെ കൂടും. അവധിക്കാലത്ത് വീട്ടിൽ വന്നാൽ പപ്പയുടെ കൃഷിയുടെ പുറകെ നടക്കും. പക്ഷെ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. കൃഷി കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടില്ല. പഴയ തലമുറയിലുള്ള ആൾക്കാർ മാത്രം കൃഷിയിലേക്ക് പോയാൽ മതി. ബാക്കിയുള്ളവരൊക്കെ ഇനി വരുന്ന തലമുറയിൽ മക്കളൊക്കെ പഠിച്ചു മിടുക്കരാകണമെന്നുള്ളതാണ് എൻ്റെ ഉപദേശം. എന്നാൽ അവന്മാരെൻ്റെ പുറകെ വരും.